we are living in a very challenging times. We are going through a very challenging time. ഈ ചലഞ്ചിങ് ടൈം എന്ന് പറയുമ്പം what do you mean by that? What do you mean by the challenge? What are the challenges we are facing? So ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് യൂത്ത് ഇമ്പാക്റ്റാണ്. സോ ഐ വിൽ ബി ഫോക്കസിങ് ഓൺ യൂത്ത്. സോ യൂത്തിൻ്റെ ഇടയിൽ വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ദൈവസഭ കടന്നു പോകുന്നത്. കേട്ടായിരുന്നോ? ദാറ്റ് ഈസ് ദ ചലഞ്ച്. അതായത് യൗവനക്കാരുടെ ഇടയിൽ ഒരു വലിയ ഒരു വിശ്വാസ ത്യാഗം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്, എനിക്ക് തോന്നുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ മെസ്സേജ് അതല്ലെങ്കിലും 2:14 ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. ഫിലിപ്പിയ ലേഖനം 2:14. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. ഓക്കെ, ഇവിടെ എന്നെ ചിന്തിപ്പിച്ച 2 കാര്യങ്ങളാണ്. എൻ്റെ മെസ്സേജ് അതല്ല, പ്രാരംഭം ഞാൻ പറയുന്നത്. ഇവിടെ പറയുന്ന 2 വാക്കുകളുണ്ട്. ഒന്ന് വക്രത, 2 എന്താണ്? കോട്ടം. ഇൻ ദ മിഡിൽ ഓഫ് എ ക്രുക്കഡ് ആൻഡ് ട്വിസ്റ്റഡ് ജനറേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. വി ആർ ഫേസിങ് ദ ചലഞ്ച്. വി ആർ ഇൻ ദ മിഡിൽ ഓഫ് എ ക്രുക്കഡ് ആൻഡ് ട്വിസ്റ്റഡ് ജനറേഷൻ. ബട്ട് വാട്ട് ഈസ് ദ എയിം ഓഫ് യൂത്ത് ഇമ്പാക്ട്? യൂത്ത് ഇമ്പാക്റ്റിന്റെ ലക്ഷ്യം എന്താണ് അവിടെ? അത് ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഇമ്പാക്ട് വി ആർ ഗോയിങ് ടു മേക്ക്? വായിക്കാം. ഇതിൻ്റെ നടുവിൽ നമ്മൾ എങ്ങനെ ആകണം? നമ്മൾ അനിന്യരും പിന്നെ നിഷ്കളങ്ക മക്കൾ, അല്ലേ? അപ്പോൾ 2 കാര്യം ഓപ്പോസിറ്റ് നിൽക്കുക. എന്തൊക്കെയാണ്? വക്രത, കോട്ടം. ബട്ട് വി ആർ സപ്പോസ് ടു ബി ബ്ലെയിംലെസ് ആൻഡ് ഇന്നസെന്റ്. അനിന്യരും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകണം. അത് മാത്രമല്ല, പൗലോസ് അവിടെ പറഞ്ഞ വേറെ കാര്യമുണ്ട്, അതും എന്നെ ചിന്തിപ്പിച്ചു. അവരുടെ ഇടയിൽ നമ്മൾ എങ്ങനെ ആകണം? വായിക്കാം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഓക്കെ, സോ അതും ഒരു അടുത്ത ചലഞ്ചാണ്. നമ്മൾ ഇതിന്റെ നടുവിൽ നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ പ്രകാശിക്കണം. നമ്മുടെ യൗവനക്കാർ പ്രകാശിക്കണം. എത്ര പേർക്ക് സന്തോഷം വരുന്നുണ്ട് ഇത് പറയുമ്പോൾ? വെറുതെ വന്ന് ഇനി 30ാമത്തെ ഇമ്പാക്റ്റ് ഉണ്ട്, ഇനി അടുത്ത മാസം 31 നടക്കും, അതായിരിക്കരുത് നമ്മുടെ മെന്റാലിറ്റി. 30 കഴിഞ്ഞാൽ 31 വരും, 32 വരും. അതല്ല നമ്മുടെ മെന്റാലിറ്റി. അവർ മെന്റാലിറ്റി ഷുഡ് ബി ഇൻ ദ മിഡിൽ ഓഫ് ട്വിസ്റ്റഡ് ആൻഡ് ക്രുക്കഡ് ജനറേഷൻ. വി ഹാവ് എ ചലഞ്ച് ടു ലിവ് ബ്ലെയിംലെസ്. അതായത് കർത്താവിൻ്റെ സന്നിധിയിൽ അനിന്യരും നിഷ്കളങ്ക മക്കളുമായി ജീവിക്കുവാൻ, അവരുടെ ഇടയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അത് ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. നമുക്കിനി നമ്മുടെ മെയിൻ മെസ്സേജിലേക്ക് കടന്നു വരാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. എനിക്ക് അലോട്ട് ചെയ്തേക്കുന്ന സമയം 1 മണിക്കൂറാണ്. 1 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിച്ചത് കൊണ്ടല്ല കാര്യം. ഇവിടെ പറയുന്ന ദൈവവചനം നമ്മുടെ ഇടയിൽ ക്രിയ ചെയ്താൽ അത് വിടുതല. ഞാനിവിടെ 1 മണിക്കൂർ വെറുതെ ഇങ്ങനെ എൻ്റെ കണ്ടന്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നത്തിങ് ഇസ് ഗോയിങ് ടു ചേഞ്ച്. ഒരു ചേഞ്ച് വരുന്നില്ല. ബട്ട് ഇഫ് ദ ഹോളി സ്പിരിറ്റ് വർക്ക്സ് ഇൻ അവർ മിഡ്സ്റ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയിൽ ക്രിയ ചെയ്താൽ, അതിന് നമ്മൾ സെൻസിറ്റീവ് ആയാൽ, ഗോഡ് വിൽ സ്പീക്ക് ടു us tonight. പ്രൈസ് ദി ലോർഡ്. സോ എനിക്ക് നമ്മുടെ ഫോക്കസ് പറഞ്ഞു. ഈ യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണമാണ് ദ ഗോസ്പലിൻ്റെ സെൻറ്റർ പോയിന്റ്. യേശുവിൻ്റെ കാൽവറിയിലെ യാഗമാണ് ഗോസ്പലിൻ്റെ സെൻറ്റർ പോയിന്റ്. ദ ഡിപ്രേവ്ഡ് ഹ്യൂമാനിറ്റിയെ ദൈവത്തോട് റീകൺസൈൽ നടന്ന സ്ഥലമാണ് എവിടെ? കാൽവറി ക്രൂശിൽ. അപ്പോൾ
റോമാലേഖനം നമ്മൾ കൃത്യമായി പഠിക്കുന്നത് കൊണ്ട് കാൽവറി ക്രൂശിലെ കാര്യങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞ് നിങ്ങളെ ഉഷിപ്പിക്കുന്നില്ല. നമുക്കറിയാം കർത്താവ് യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്തത് എത്ര വർഷമായിരുന്നു? 3.5. അതിനുശേഷം ക്രൂശിൽ മരിച്ചു. ഏകദേശം 6 മണിക്കൂറോളം ക്രൂശിൽ കിടന്നുവെന്ന് നാം വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. ഏകദേശം 6 മണിക്കൂറോളം യേശു ആ ക്രൂശിൽ കിടന്നു. അതിനുശേഷം എൻ്റെ ഫോക്കസ് അതാണ്. അതിനുശേഷം ആ യേശുവിൻ്റെ മരണത്തിന് അനുബന്ധിച്ച് ചില സംഭവങ്ങൾ അവിടെ നടന്നു. ഏതൊക്കെയാണ് ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവാലയത്തിലെ മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ട് അടിവരെ കയറി, ഭൂമി കുലുങ്ങി, പിന്നെ പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. ഇത്രയും സംഭവങ്ങൾ യേശുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് അവിടെ നടന്നു. എന്തൊക്കെയായിരുന്നു? ഒന്നുകൂടെ ഞാൻ പറയാം. ദേവാലയത്തിലെ മന്ദിരത്തിലെ തിരശീല അത് കീറി, പിന്നെ ഭൂമി കുലുങ്ങി, പിന്നെന്താണ്? കല്ലറകൾ തുറന്നു, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. ഞാനിത് എന്തിനു ഹൈലൈറ്റ് ചെയ്യുന്ന അറിയാമോ? അപ്പോൾ അവിടെയുള്ള ജനത്തിന് മനസ്സിലായി സംതിങ് സിഗ്നിഫിക്കൻറ്റ് വാസ് ഹാപ്പണിങ്, അല്ലേ? അതായത് നമ്മുടെ ഇവിടുത്തെ കല്ലറ തുറന്നാൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂമി കുലുങ്ങിയാൽ എന്തോ നടക്കുന്നു തോന്നത്തില്ലേ? തോന്നുമില്ലയോ? തോന്നും. അപ്പോൾ പീപ്പിൾ ന്യൂ സംതിങ് സിഗ്നിഫിക്കൻറ്റ് വാസ് ഹാപ്പണിങ്. അപ്പോൾ യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങളാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് യേശു ക്രൂശിൽ കിടന്ന് മരിച്ചു. ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നു. എൻ്റെ ഫോക്കസ് യേശുവിൻ്റെ ശരീരം 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുകയാണ്. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ ശരീരത്തിന് എന്ത് സംഭവിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ദിവസം അത് പഠിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. എൻ്റെ കഴിവൊന്നുമല്ല. ഐ ജസ്റ്റ് ടുക്ക് ടൈം ടു സ്റ്റഡി അബൌട്ട് ദാറ്റ്. നമ്മളെല്ലാം അവിടെ കൊണ്ട് നിർത്തും നമ്മുടെ മെസ്സേജ്. ബട്ട് വാട്ട് ഹാപ്പൺ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഓൺ ക്രോസ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്രൂശിൽ മരിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു? അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം യഹൂദന്മാരാണ് മുൻകൈ എടുത്ത് യേശുവിനെ ക്രൂശിച്ചത്. അപ്പോൾ ഈ യേശുവിൻ്റെ മൃതശരീരത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കി. എന്തോ പദ്ധതി എന്നറിയാമോ? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 31 വായിച്ചേ. അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതും ആകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോൾ അന്ന് ഒരുക്കനാളും ശബത്തുടനെ ആരംഭിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ ശരീരം എത്രയും വേഗം ക്രൂശിൽ നിന്ന് എടുക്കണമെന്ന് ആര് പദ്ധതി ഉണ്ടാക്കി? യഹൂദന്മാർ. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ആരാന്നറിയാമോ? റോമാക്കാരാ. അപ്പൊ റോമൻ പ്ലാൻ എന്തോന്നറിയാമോ? റോമൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ ക്രിമിനൽസിനെയാണ് അവർ ക്രൂശിക്കുന്നത്. അപ്പൊ അവരുടെ പദ്ധതി പ്രകാരം ഈ ശരീരത്തെ പൊതുവെ ഉടനെ അവരൊന്നും ചെയ്യത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഉടനെ അവർ ഒന്നും ചെയ്യത്തില്ല. ഇതൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയതുകൊണ്ട് ആ ശരീരം അതുപോലെ കിടക്കും. എന്നിട്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ? മൃഗങ്ങളും പക്ഷികളും ഒരുപക്ഷെ വന്ന് ഈ ശരീരത്തെ അറ്റാക്ക് ചെയ്യും. അവർക്കെന്താ പ്രശ്നം? എന്താ? ഹീസ് എ ക്രിമിനൽ. മൂന്ന് പേരും ക്രിമിനലാ. അവർക്ക് യേശു കിടക്കുന്ന വിഷയമല്ല. അപ്പൊ അവരെ സംബന്ധിച്ച് യേശു അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവർക്കും എന്തുവാണ്? ഒരേ സ്റ്റാറ്റസാ. ദേ ആർ നോട്ട് ബോതേഡ്. അവരെ സംബന്ധിച്ച് ബോഡി എടുക്കുന്നത് തന്നെ ഒരു ഓപ്ഷനലാ. പിന്നെ അവർ വേറെ ഒരു കാര്യം ചെയ്യും. അവിടെ ഈ വേസ്റ്റ് ഒക്കെ കത്തിക്കുന്ന ഒരു താഴ്വരയുണ്ട്, ഹീനോം താഴ്വര.
അവിടെ വേണമെങ്കിൽ കൊണ്ട് ഈ ബോഡി ഡംപ് ചെയ്യാം. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ നമ്മുടെ വേസ്റ്റ് ഒക്കെ കളയുന്നത് പോലെ ഈ ശരീരങ്ങൾ വേണമെങ്കിൽ ദേ ക്യാൻ ജസ്റ്റ് ഡംപ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് എന്തിനെങ്ങനെ ചെയ്യുന്നറിയാമോ? അതായത് ഈ പണിഷ്മെന്റ് കണ്ടിട്ട് മറ്റുള്ളവർ കുറ്റകൃത്യം ചെയ്യരുത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പശ്ചാത്തലം എന്തിനാ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ജീസസ് ബോഡി ഈസ് ഹാങ്ങിങ് ഓൺ ദ ക്രോസ്. 2 plans are going. One plan is to take the body before Shabbat. The next plan is to throw his body to Hinnom Valley. ഞാൻ ഇതിങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ആദ്യം. കർത്താവേ, ഇത് വാട്ട് വിൽ ഹാപ്പൺ, വാട്ട് ഈസ് ഹാപ്പണിങ്? സോ എന്നെ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രകാശം തന്ന ഒരു വാക്യമുണ്ട്. ഐ ജസ്റ്റ് വെന്റ് ടു ദ പ്രൊഫസി ഓഫ് യെശയ്യ. ഒന്നെടുക്കാമോ? വാട്ട് ഡിഡ് യെശയ്യ പ്രൊഫസി ദെയർ? യെശയ്യാവിന്റെ പുസ്തകം, പ്രവചന പുസ്തകം 53 ഒന്ന് എടുക്കാമോ? 53 9 വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഒന്ന് വായിക്കാമോ? അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോട് കൂടെ ശവക്കുഴി കൊടുത്തു. മതി. I was just surprised by this verse. ഞാൻ ദൈവമക്കളെ, ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഭാഗത്ത് യഹൂദക്കാർ പറയുന്നു ഇത് കാലൊടിച്ച് ബോഡി എടുക്കണമെന്ന്, മറുഭാഗത്ത് റോമാക്കാർ പറയുക ഇത് നമുക്ക് കൊണ്ട് എന്തോ ചെയ്യാം, കോമൺ ബറിയർ പ്ലേസിലോ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തോ നമുക്ക് ഡംപ് ചെയ്യാവുന്ന. ഈ 2 പ്ലാനിന്റെ ഇടയ്ക്ക് 600 വർഷം മുമ്പ് പരിശുദ്ധാത്മാവിൽ യെശയ്യാവ് എഴുതി. ഈ പ്ലാനൊക്കെ സ്വർഗം കണ്ടു മുന്നമേ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? 600 വർഷം മുമ്പ് യെശയ്യാവ് പ്രവചിച്ചു ജീസസ് ബോഡി വാസ് ഡിസ്റ്റൈൻഡ് ടു ഗോ ടു ദ വാലി ഓഫ് ഹിനോം. ദുഷ്ടന്മാരോട് കൂടെ ഉള്ള ശവപ്പറമ്പിലേക്ക് യേശുവിന്റെ ശരീരം അസൈൻ ചെയ്തുവെന്നാണ് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ച? 600 വർഷം മുമ്പ് അതാ പറയുന്നത്, ഓൾ ദ സ്ക്രിപ്ചേഴ്സ് ആർ ഇൻസ്പയർഡ് ബൈ ഹോളി സ്പിരിറ്റ്. ഇറ്റ്സ് റിയലി ചലഞ്ചിങ്. നമ്മൾ വചനം, എനിക്കറിയാം തുടർമാനം ഇവിടെ വചനം പഠിക്കുന്നൊരു സഭയാ, ബട്ട് ഇതൊക്കെ നമുക്കൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. അതായത് ടു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് മോർ ആൻഡ് മോർ ഡീപ്പ് ഇൻ ഡീറ്റെയിൽ. അതായത് ഞാൻ ഞെട്ടിപ്പോയി. അതായത് റോമാക്കാരുടെ പദ്ധതി പോലും പരിശുദ്ധാത്മാവിൽ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. അതായത് നമ്മൾ നോക്കുമ്പോൾ, മാനുഷികമായി നോക്കുമ്പോൾ യേശുവിന്റെ ശരീരം അങ്ങനെ കിടക്കുക, മരിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ആരുമില്ല, സിറ്റുവേഷൻസ് വളരെ മോശം. പക്ഷെ അതുപോലും ദൈവത്തിന്റെ സോവറൈനിറ്റിക്കകത്തുണ്ട്. ഇന്ന് ചിലപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കാം. ചില സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ we have only one question, Lord, what is happening? But I have an answer for you. It is happening under the sovereign plan of God. നമ്മുടെ ജീവിതത്തിൽ, ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അത് ദൈവത്തിന്റെ പരമ അധികാരത്തിനകത്ത് വരുന്നതാ. ലോകം പറയും ഒരുപക്ഷെ നിന്റെ കാൽ ഒടിക്കും. ലോകം പറയും നിന്നെ ഞങ്ങൾ ഹീനോം താഴ്വരയിൽ കൊണ്ടിടും. ബട്ട് ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ യു. ഇതുപോലും ദൈവം അസൈൻ ചെയ്തിട്ടേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ 2 കാര്യം പറഞ്ഞു. യഹൂദന്മാരുടെ പദ്ധതി പറഞ്ഞു, റോമാക്കാരുടെ പദ്ധതി പറഞ്ഞു. ബട്ട് ഇതെല്ലാം വചനപ്രകാരം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കാം. എല്ലാം പറഞ്ഞു പോയി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. 23-ാം അധ്യായം അതിന്റെ 47 ഒന്ന് വായിച്ച്. 47 തൊട്ട് 23-47. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കാൺമാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അവന്റെ പരിചയക്കാർ എല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്തു നിന്നു. ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം പറഞ്ഞു യേശുവിന്റെ മരണസമയത്ത്
അവിടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചില സംഭവങ്ങൾ നടന്നു. ഇത് സംഭവിച്ചതെല്ലാം ജനം കണ്ടു, കേട്ടറിഞ്ഞു. ബട്ട് അവിടെ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ശതാധിപൻ യേശുവിനെ ടെസ്റ്റിഫൈ ചെയ്യുന്നു. ജനമൊക്കെ എന്തോ ചെയ്തു? ഇത് കണ്ടിട്ട് മാറത്തടിച്ചിട്ട് അവരെന്തോ ചെയ്തു? ദേ വെന്റ്. പിന്നെ ഒരു കൂട്ടം സ്ത്രീകളുണ്ട്, പക്ഷേ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ദേ വെർ അറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. വാട്ട് വിൽ ഹാപ്പൺ ടു ദ ബോഡി ഓഫ് ജീസസ്? അവിടെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്നിട്ടും നോബഡി ഈസ് കമ്മിങ് അപ്പ്. ഈ യേശുവിൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കും? ഇത്രയേറെ സംഭവങ്ങൾ അവിടെ നടക്കുന്നു, ആൾക്കാർ കാണുന്നു, പോകുന്നു, കുറച്ചുപേര് സ്ത്രീകൾ അവർ ദൂരെ നിൽക്കുന്നു. ബട്ട് വാട്ട് വിൽ ഹാപ്പൺ ടു ദ ബോഡി ഓഫ് ജീസസ്? അതിന് ഉത്തരം കിട്ടുന്നില്ല. അതിനുത്തരം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ വായിച്ച വാക്യം, യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ 53-9 വാക്യത്തിന്റെ 2 ഭാഗം. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. മതി. സോ ഞാൻ ഇത്രയും വിവരിച്ചു പറഞ്ഞു. ഈ കണ്ട ജനമൊക്കെയും മാറത്തടിച്ചുകൊണ്ട് പോയി. ഒരു കൂട്ടം സ്ത്രീകൾ ദൂരെ നിൽക്കുന്നു. ബട്ട് തിങ്സ് ആർ ഗെറ്റിംഗ് ടഫർ. ഏകദേശം വൈകിട്ട് 3 മണിയോടുകൂടിയാണ് യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നത്. അന്ന് വൈകിട്ട് തന്നെ ശബത്തിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവുകയാണ്. വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. ദ ക്വസ്റ്റ്യൻ ഈസ്, യേശുവിൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കും? ഇതിൻ്റെ നടുവിൽ സിറ്റുവേഷൻസ് ഒന്നും അനുകൂലമല്ല. ദ ഒൺലി റേ ഓഫ് ഹോപ്പ്, നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? 600 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, എന്തു അറിയാമോ? ദുഷ്ടന്മാരോട് കൂടെ ശവക്കുഴി അസൈൻ ചെയ്തു. കറക്റ്റാ. പക്ഷെ അടുത്ത പാർട്ട് എന്തു അറിയാമോ? അവന്റെ മരണത്തിൽ അവൻ എവിടെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ നോക്കുമ്പോൾ സിറ്റുവേഷൻ മൊത്തം പോയി കിടക്കുക. There is not even one person hope who will take the body of Jesus. പക്ഷേ the only ray of hope is 600 വർഷം മുമ്പ് കേട്ട ദൈവ ശബ്ദം. അവൻ മരണത്തിൽ. ഇത് നിറവേറുന്ന എങ്ങനാ? സമയം പൊക്കൊണ്ടിരിക്കുക, ശബത്ത് ഇപ്പൊ തുടങ്ങും, ആരെയും കാണുന്നില്ലല്ലോ. തിങ്സ് ആർ ഗെറ്റിംഗ് ടഫർ. പക്ഷെ ഒരു വചനമുണ്ട്. ഇതാണ് യഥാർത്ഥ പ്രോഫസി. ഇതാണ് ദിസ് ഈസ് ദ ലിറ്ററൽ പ്രോഫസി. അല്ലാതെ തലേ കൈവച്ച് 6-ാം മാസവും 7-ാം മാസവും വിസ വരുന്നതല്ല പ്രവചനം. ദിസ് ഈസ് ദ റിയൽ പ്രോഫസി. എന്താ റിയൽ പ്രോഫസി? സിറ്റുവേഷൻസ് ആർ ഗെറ്റിംഗ് ടഫർ. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന സ്ഥാനത്തും ദൈവത്തിൻ്റെ സോവറൈൻ വില്ലിൻ്റെ അകത്ത് നമുക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഈ ദൈവപുത്രനായ യേശുവിൻ്റെ ഈ ബറിയൽ അല്ലെങ്കിൽ ഈ മൃതശരീരം സംസ്കരിക്കുന്നതിൻ്റെ അകത്ത് ഹൗ മെനി ഓഫ് യു ആർ ഏബിൾ ടു സീ? അതായത് ദൈവത്തിൻ്റെ കരുതൽ എത്ര പേർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്? അതാണ് ഇതിൻ്റെ സന്ദേശം. ഈ മൃതശരീരം അടക്കത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രൊവിഡൻസ്, ദൈവത്തിൻ്റെ കരുതൽ. നമ്മൾ ദൂത് കേൾക്കാനായിട്ട് ആരുടെ കൂടെ പോകണ്ട. നമുക്കുള്ള ദൂതെല്ലാം വചനത്തിലുണ്ട് ബലപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യെശയ്യാവ് പറഞ്ഞതാണ് മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ. അപ്പോൾ മത്തായിലേക്ക് ഒന്ന് കടന്നു വരാം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. മത്തായി വർഷങ്ങൾക്ക് ശേഷം മത്തായി പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ വായിക്കാം. 27-57 വായിക്കാം. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കയാൽ വന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന്. മതി. വർഷങ്ങൾക്ക് ശേഷം മത്തായി പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ സുവിശേഷം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ യു നോ വാട്ട് മാത്യു ഈസ് ഡൂയിങ്? യെശയ്യാവിലൂടെ പറഞ്ഞ ആ ധനവാനെ
ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ ധനവാനാണ് ഈ വ്യക്തി എന്ന്, അതും എപ്പോഴാണ് വരുന്ന അറിയാമോ? സന്ധ്യയായപ്പോൾ. സമയം ഒത്തിരി അതിക്രമിച്ചു പോയി ഫ്രം ഹ്യൂമൻ പോയിന്റ് ഓഫ് വ്യൂ. ബട്ട് ഫ്രം ഡിവൈൻ പോയിന്റ് ഓഫ് വ്യൂ എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ആസ് പെർ ഗോഡ്സ് പ്ലാൻ. മനുഷ്യന്റെ കണക്കുകൂട്ടൽ നോക്കുമ്പോൾ സമയം ഒത്തിരി അതിക്രമിച്ചു. ബട്ട് എവറിത്തിങ്, ഇവിടെ നടക്കുന്ന എല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടക്കുന്നേ. അതുകൊണ്ടാണ് മത്തായി ഇങ്ങനെ എഴുതുക, അത് പ്രൂവ് ചെയ്യുക. ഹിസ് പ്രൂവിങ് ഇറ്റ്. അതായത് യെശയ്യാവ് പറഞ്ഞില്ലേ, മരണത്തിൽ അവൻ സമ്പന്നൻ. ആ സമ്പന്നനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുക. അതാരാന്നറിയാമോ? ഹല്ലേലൂയ. എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്ത് ഈ ഭാഗം. യേശുവിൻ്റെ ബറിയൽ, ഇത്രയും ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഇത്രയും പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ബട്ട് എവ്രിതിങ്, അതായത് യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം മാത്രമല്ല, അടക്കം മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പ്, എല്ലാം, ഈച്ച് ആൻഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വെർ അണ്ടർ ദ സോവറൈൻ വിൽ ഓഫ് ഗോഡ്. അപ്പൊ അങ്ങനാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ആരുടെ പ്ലാൻ പറയാൻ നടക്കത്തുള്ളൂ? ഒരാമ പറയാൻ പറ്റുന്നുണ്ടോ? നമ്മൾക്ക് ഈ അനാവശ്യ ടെൻഷൻ മാറ്റി വെടിച്ചാൽ നമ്മുടെ BP ഒക്കെ കുറയും. ബിക്കോസ് സിറ്റുവേഷൻ എത്ര മോശമാണെങ്കിലും വി ഹാവ് എ റേ ഓഫ് ഹോപ്പ്. എവിടെ റേ ഓഫ് ഹോപ്പ് എന്നറിയാമോ? ദൈവത്തിന്റെ തിരുവചനത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതൊരു വളരെ ചലഞ്ചിങ്ങായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ മാത്യു ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ധനവാനായ ആ വ്യക്തി. അതാരാന്നറിയാമോ? അരിമത്തിയിലെ യോസഫ്. എന്നെ അടുത്ത ചിന്തിപ്പിച്ചത്, ഇതിനു മുമ്പ് അധികം ഫെമിലിയർ അല്ലാത്തൊരു ക്യാരക്ടറാണ് ആര്? ജോസഫ് ഓഫ് അരിമത്തിയ. അതുവരെ അറിയപ്പെടാത്ത ഒരു ശിഷ്യൻ. പക്ഷേ തൻ്റെ ഗുരുവിന് ഒരു മാന്യമായ ശവസംസ്കാരം നടത്തുവാൻ താൻ മുന്നോട്ട് വന്നു. കടപ്പാടുള്ള പല ആൾക്കാരും ക്രൂശിൽ നിന്ന് മാറിപ്പോയപ്പോൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ സഹായിക്കുകയും തന്നിലൂടെ സൗഖ്യമായ ഒട്ടനേകം ആൾക്കാരുണ്ട്. അവരെ ഒന്നും ഇവിടെ കാണുന്നില്ല. പക്ഷേ തൻ്റെ ഗുരുവിനു വേണ്ടി എല്ലാ പദവികളും അല്പസമയത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒരു വ്യക്തി മുന്നോട്ട് വരാൻ തയ്യാറായി. യേശുവിൻ്റെ ശരീരത്തിന് ഒരു മാന്യമായ ശവസംസ്കാരം നൽകാൻ. ഹല്ലേലൂയ. നമ്മൾ 4 സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യോസേഫിനെ പറ്റി നമുക്ക് കിട്ടുന്നൊരു പിക്ചറുണ്ട്. ഒന്ന്, മത്തായി പറയുന്നത് പോലെ യോസഫ് ധനവാൻ, പിന്നെ യേശുവിൻ്റെ ശിഷ്യൻ, ശ്രേഷ്ഠ മന്ത്രി, ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ. പിന്നെ ലൂക്കോസിൽ പറയുന്നു അരിമത്യ എന്നൊരു യഹൂദ പട്ടണത്തിൽ നിന്നും ദൈവരാജ്യം കാത്തിരുന്നവനെന്നും അവൻ അവരുടെ ആലോചനയ്ക്കൊന്നും അനുകൂലമല്ലെന്നും ലൂക്കോസ് പറയുന്നു. യോഹന്നാൻ പറയുന്നു യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യോസഫ്. അപ്പോൾ 4 സുവിശേഷങ്ങളിൽ നിന്നും നാം ചേർത്ത് വെക്കുമ്പോൾ ഈ ജോസഫിനെ പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നുണ്ട്. ഒന്ന്, ധനവാനായ മനുഷ്യൻ, സൻഹെദ്രിൻ കൗൺസിലിലെ ഒരു റെസ്പെക്റ്റഡ് മെമ്പർ, ശ്രേഷ്ഠ മന്ത്രി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ പോലെ ഒരു ശ്രേഷ്ഠ മന്ത്രി. പിന്നെ അവരുടെ സൻഹെദ്രിൻ കൗൺസിലിന്റെ ആലോചനയ്ക്ക് അനുകൂലമല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ യോസഫ്. പിന്നെ യോഹന്നാൻ പറയുന്നു രഹസ്യത്തിൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? യോസഫ് അരിമത്യ. അപ്പോൾ നാം ഇനി ചിന്തിക്കാൻ പോകുന്നത്, ഈ യേശുവിന് വേണ്ടി മാന്യമായ ശവസംസ്കാരം നൽകുവാൻ മുന്നോട്ട് വന്ന യോസഫ് ഒരു തീരുമാനമെടുത്തു. അതായത് മർക്കോസിൽ പറയുന്നൊരു കാര്യമുണ്ട്, അത് വായിക്കാമോ? മർക്കോസ് 15:43 വായിക്കാമോ? ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസേഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. മതി. ഇവിടെ മർക്കോസ് ഒരു കാര്യം പറയുന്നുണ്ട്. അത്രയും നേരം രഹസ്യത്തിലായിരുന്നു. മർക്കോസ് ഇവിടെ പറയുക, ഹി കേം ബോട്ട്ലി, ധൈര്യത്തോടെ വന്ന് ശരീരം ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായിരുന്നു യേശുവിൻ്റെ ശരീരത്തിനോട് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ കറക്റ്റ് സമയത്ത് ദൈവത്തിൻ്റെ ആ പ്രവചന നിവൃത്തിയാകുന്ന രീതിയിൽ
സമ്പന്നൻ തന്നെ മുന്നോട്ട് വന്ന് തീരുമാനമെടുത്തു. ഇനി നാം പഠിക്കാൻ പോകുന്നത് യോസഫ് ഈ തീരുമാനം എടുത്തതിലൂടെ താൻ സാക്രിഫൈസ് ചെയ്ത 3 കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇത് 3 കാര്യം ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ശരിയാണ്, അതുവരെ താൻ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. പക്ഷേ യേശു പറഞ്ഞ പല ശിഷ്യന്മാരുടെ ക്വാളിറ്റീസും ഇതിലൂടെ യോസഫ് വെളിപ്പെടുത്തി. അത്രയും, അതായത് മത്തായിയുടെ സുവിശേഷം 26 അധ്യായങ്ങളിൽ നമ്മൾ ആരെ കാണുന്നില്ല? ഈ യോസഫിനെ കാണുന്നില്ല. പക്ഷേ only few verses about യോസഫ്. പക്ഷെ ഇതിലൂടെ he just made a huge impact. അതായത് അതുവരെ രഹസ്യ ശിഷ്യനായിരുന്നെങ്കിലും യേശുവിൻ്റെ ശിഷ്യന് വേണ്ട 3 ക്വാളിറ്റീസ് ഈ യോസഫിനുണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വാളിറ്റി എന്തു അറിയാമോ? ഒന്നാമത്തെ ക്വാളിറ്റി നാം ചിന്തിക്കാൻ പോകുന്നത്, he was ready to sacrifice his reputation. എഴുതിയെടുക്കാം. The first point is, യോസഫ് തൻ്റെ പ്രശസ്തി യേശുവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുവാൻ തയ്യാറായി. എന്താണ് യോസഫിന്റെ പ്രശസ്തി? അതായത് ശ്രേഷ്ഠ മന്ത്രി, ധനവാൻ, സൻഹെദ്രിൻ കൗൺസിലിലെ റെസ്പെക്റ്റഡ് മെമ്പർ, എല്ലാം ഉണ്ട്, എല്ലാ പദവികളും കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിനെ ഏറ്റുപറയുകയോ അംഗീകരിക്കുകയോ ചെയ്താൽ അവരുടെ സിനഗോഗിൽ നിന്ന് നമ്മൾ ഔട്ടാ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതായത് യേശുവിനെ അംഗീകരിക്കുന്നവരെ സിനഗോഗിൽ നിന്ന്. അപ്പം നമ്മൾ ഇത് പഠിക്കുമ്പോൾ യോസഫിന് എന്ത് സംഭവിച്ചു എന്ന് ബൈബിൾ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ തരുന്നില്ലെങ്കിലും ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, തീർച്ചയായും ഇതിനു ശേഷം യോസഫിന് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ബൈബിൾ പറയുന്നില്ല, എങ്കിലും ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്, ജോസഫ് വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഹിസ് റെപ്യൂട്ടേഷൻ. തൻ്റെ പ്രശസ്തി അവൻ വിലയേറിയതായി കണക്കാക്കിയില്ല. ബിക്കോസ് ക്രൂശിൽ കിടക്കുന്ന ഈ യേശുവിൻ്റെ ശരീരം ചോദിക്കുവാൻ അവൻ മുന്നോട്ട് വന്നു. യേശു കർത്താവ് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല യോസഫ് വരുന്നത്. പക്ഷേ ഈ ക്രൂശിൽ കിടക്കുന്ന ഈ യേശുവിന് വേണ്ടി ഇത്രയും ബോൾഡായിട്ട് തീരുമാനമെടുക്കുവാൻ യോസഫിന് സാധിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? തൻ്റെ പദവിയും തൻ്റെ റെപ്യൂട്ടേഷനും ആ ക്രൂശിന്റെ ചുവട്ടിൽ അടിയറവ് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും നാളും രഹസ്യ ശിഷ്യനാണെങ്കിലും ഇതല്ലേ ശിഷ്യന് വേണ്ട ഒരു ക്വാളിറ്റി? ഇതല്ലേ യേശു പറഞ്ഞത്? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എന്തോ ചെയ്യണം? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത്. സത്യത്തിൽ ഇവിടെ യോസഫ് തന്നെത്താൻ ത്യജിക്കുമല്ലേ? അവനെല്ലാം ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരുപക്ഷെ അവൻ്റെ ഫാമിലി ഉണ്ടായിരിക്കട്ടെ, അവൻ്റെ വൈഫ് എന്ത് ചോദിച്ചു കാണും? അച്ചായന്റെ സുബോധം പോയോ? നമുക്കെല്ലാം ഇല്ലേ? സ്റ്റാറ്റസിന് സ്റ്റാറ്റസ്, FDക്ക് FD, എല്ലാ അക്കൗണ്ടിലും നമുക്ക് ഇല്ലേ? എന്തിനാ അച്ഛാ ഇതിനൊക്കെ പോകുന്നേ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നവല്ലോ? സ്തോത്രം. അവിടെ എനിക്കത് മനസ്സിലാകാത്തത്, അവിടെ എന്ത് എക്സൈറ്റ്മെന്റ് യോസഫിനുള്ളത്? ടു ബറി ദ ബോഡി ഓഫ് ജീസസ്. എന്താണ് അവിടെ എക്സൈറ്റ്മെന്റ്? എന്നാണ്? അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് യേശു പഠിപ്പിച്ചത്. തൻ്റെ 3.5 വർഷക്കാലം യേശുവിൻ്റെ മെസ്സേജ് അതായിരുന്നു, വി ഹാവ് ടു ഡിനൈ അവർ സെൽഫ്. നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ബൈബിൾ സ്കോളർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇഫ് യു വിഷ് ടു സെർവ് ദ ലോർഡ് ആൻഡ് ഇഫ് ഗോഡ് ഷുഡ് യൂസ് യു മൈറ്റിലി, യുവർ റെപ്യൂട്ടേഷൻ മസ്റ്റ് ഗോ ടു ദി ക്രോസ്. എന്നെ അത് ഒത്തിരി ടച്ച് ചെയ്തു. ഒന്നുകൂടി ഞാൻ പറയാം. ഇഫ് യു വിഷ് ടു സെർവ് ദ ലോർഡ് ആൻഡ് ഇഫ് ഗോഡ് ഷുഡ് യൂസ് യു സ്ട്രോങ്ലി, യുവർ റെപ്യൂട്ടേഷൻ മസ്റ്റ് ഗോ ടു ദി ക്രോസ്. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഇത്രയും പദവികൾ, ഇത്രയും നീണ്ട ലിസ്റ്റാ. സമ്പന്നൻ, പൈസയ്ക്ക് പൈസ, സ്റ്റാറ്റസിന് സ്റ്റാറ്റസ്, ബട്ട് എവറിത്തിങ് വെന്റ് ടു ദി ഫുട്ട് ഓഫ് ക്രോസ്. ദാറ്റ് ഈസ് ദ ട്രൂ ഡിസൈപ്പിൾ. ശിഷ്യത്വന്റെ ആ പ്രധാന ഫൗണ്ടേഷൻ അവിടെയാ. വി ഹാവ് ടു ഡിനൈ അവർ സെൽഫ്. ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ. ജീസസ് വാസ് നെവർ എ മാൻ ഓഫ് റെപ്യൂട്ടേഷൻ അല്ല. യേശു എത്ര അത്ഭുതം ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, യേശു ഒരു അത്ഭുതം ചെയ്തിട്ട് അടുത്ത ആഴ്ച ലൈവ് ഇട്ടോ? യേശു എത്ര ആൾക്കാരെ ഉയർപ്പിച്ചു?
ഇതെല്ലാം ടെസ്റ്റിമണി ചെയ്ത് അവിടെ അല്ല. What does it mean? Jesus was never behind the reputation. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? I don't know. But Jesus never was behind any reputation. അതാണ് ഇവിടെ യോസഫ് ചെയ്യുന്നത്. തൻ്റെ പദവികളെല്ലാം മാറ്റിവെച്ചു. എന്തിനു വേണ്ടി അറിയാമോ? യേശുവിൻ്റെ മൃതശരീരം സംസ്കരിക്കുവാൻ. പൗലോസ് പറയുന്നത് എന്തറിയാമോ? ക്രിസ്തു നിമിത്തം എല്ലാം എന്തു ചെയ്തു? He had a big list of qualification. പൗലോസിന് അത്ര ക്വാളിഫിക്കേഷൻ ആരും ഇവിടെ ഇല്ലല്ലോ. He had a big list. Again, we can compare this. അതെല്ലാം ക്രൂശിന്റെ ചുവട്ടിൽ. ക്രിസ്തു നിമിത്തം I consider it as a loss. Praise the Lord. എന്താ ഇതിന്റെ ആപ്ലിക്കേഷൻ? നമുക്കറിയാം, നമ്മൾ വ്യത്യസ്ത നിലയിൽ ദൈവവചനം വാക്യപ്രതിവാക്യമായി പഠിപ്പിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സഭയാണ്. ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഒരുപക്ഷെ നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ ഇറ്റ് മേ നോട്ട് ബ്രിങ് യു എനി റെപ്യൂട്ടേഷൻ. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരായ ദേവദാസനെ കേട്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ സഹോദരൻ ഉൾപ്പെടെ. പക്ഷെ ദിസ് മെസ്സേജ്, ദിസ് ടൈപ്പ് ഓഫ് പ്രീച്ചിങ് ഈസ് നോട്ട് ഗോയിങ് ടു ഗിവ് യു റെപ്യൂട്ടേഷൻ. ബിക്കോസ് ആൾക്കാർക്ക് താല്പര്യമുള്ള മെസ്സേജ് അതിനെക്കാട്ടിലുണ്ട്. ദിസ് മെസ്സേജ് ഇസ് നോട്ട് ഗോയിങ് ടു ഗിവ് യു എനി റെപ്യൂട്ടേഷൻ. അത് മനസ്സിലാക്കണം. എന്താ ചലഞ്ച് എന്നറിയാമോ? ടു സ്റ്റാൻഡ് ടിൽ അവർ എൻഡ് വിത്ത് ദിസ് വേർഡ് ഓഫ് ഗോഡ്. അതാണ് ദ റിയൽ ചലഞ്ച്. ഇങ്ങനെ കൃത്യമായി വചനം വിത്ത് കോണ്ടെക്സ്റ്റ് വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് പ്രീച്ച് ചെയ്യുന്ന ഈ സഭയോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ചലഞ്ച് ചുറ്റുമുള്ളവര് ഇത് ഡൈല്യൂട്ട് ചെയ്ത് അവരുടെ ഇഷ്ടപ്രകാരം ബൈബിൾ പോലും തുറക്കാതെ സ്റ്റേജിൽ നിന്ന് ഫയർ ആകുമ്പോൾ അതിൻ്റെ നടുവിലും വചനത്തിന് വേണ്ടി നിൽക്കുന്നത് ഒരു ഭയങ്കര കാര്യമാണ്. സ്തോത്രം. ഈ സഭ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദേവദാസന്മാരെ ഓർത്ത് ഈ മായമില്ലാത്ത വചനം ഇങ്ങനെ പ്രസംഗിക്കുന്ന, ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന നിങ്ങളുടെ ദേവദാസന്മാരെ ഓർത്ത് ഈ ജനം, യൗവനക്കാർ നിങ്ങളുടെ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതിന് ഈ മെസ്സേജ് മുഖാന്തരമായി തീരട്ടെ. എന്നെ കേൾക്കുന്ന യൗവനക്കാർ, നിങ്ങൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു. നിങ്ങൾ പറയുക, എവിടെ പോകുന്നേ? വിപാസന ചർച്ചില. നോ റെപ്യൂട്ടേഷൻ. പക്ഷെ വേറെ പല ചർച്ചിന്റെ പേര് പറഞ്ഞാൽ യു വിൽ ബി ഫേമസ്. പീപ്പിൾ വിൽ കം. എന്താ കാരണം? വിപാസനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. നോ എന്റർടൈൻമെന്റ്. സി only word. വചനം ഇറ്റ്സ് നോട്ട് എക്സൈറ്റിംഗ്. അവിടെയാണ് ചലഞ്ച്. യൗവനക്കാർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വചനം മാത്രം നമ്മൾ പ്രീച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നിങ്ങളുടെ പയനീഴ്സിനൊപ്പം നിങ്ങളെ സൂപ്പർ സ്റ്റാർ ആക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കേട്ടത് വെച്ചാൽ ബെന്തക്കോസ്റ്റിലായി കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഹീറോ. ഒരു പാട്ടൊക്കെ ഉണ്ടല്ലേ, വി ആർ ദ ഹീറോ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം അങ്ങനെ ഓർത്തത്, പിന്നല്ലേ പിടി കിട്ടിയത് മൊത്തം സീറോ ആകുന്ന പരിപാടിയാണിത്. യു ഹാവ് ടു ബിക്കം സീറോ. യു ഹാവ് ടു ഡിനൈ യുവർ സെൽഫ്. അതാണ് നമ്മുടെ യൂത്തിന് പറ്റിയ പ്രോബ്ലം. അതാണ്. ഇൻ കോളേജ് your reputation will go down because you are standing for Jesus. That is the message for you. That is the message in this youth impact. Nobody is going to accept you for taking a stand for this message of cross. Instead, നിങ്ങളെ ഒറ്റപ്പെടുത്തും. ബിക്കോസ് എല്ലാവരും സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കാണുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാവരും ചിരിക്കുന്ന തമാശ കേട്ട് നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല. കൂടെ ഉള്ളവർ പറയും, ഇവൻ എന്തോ കുഴപ്പമുണ്ട്. അതാ ഇവിടെ യോസഫിനോടും പറഞ്ഞത്. ഇത്രയും നാൾ യോസഫിന് ഒരു കുഴപ്പമില്ല. പക്ഷെ യേശുവിന് വേണ്ടി തീരുമാനം എടുത്തപ്പോൾ പറഞ്ഞു, അച്ചായന് സമനില തെറ്റി. ചിലപ്പോൾ പൈസ കൂടിയതിൻ്റെ ആയിരിക്കും. പൈസ കൂടി സമനില തെറ്റിയതല്ല. ഇറ്റ് ഈസ് ഫോർ മൈ സേവിയർ. എത്ര പേര് തീരുമാനമെടുക്കും? യേശുവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിൽ നമ്മുടെ പ്രശസ്തി കീഴ്പ്പെടുത്തുവാൻ നാം തയ്യാറാണോ? അടുത്തതായി യോസഫ് എന്താ ചെയ്യുന്നറിയാമോ? ഹി വാസ് റെഡി ടു സാക്രിഫൈസ് ഹിസ് റിലീജിയൻ. ഒന്നാമത്തെ എന്തായിരുന്നു? റെപ്യൂട്ടേഷൻ. രണ്ടാമത്തത്, ഹി വാസ് റെഡി ടു സാക്രിഫൈസ് ഹിസ് റിലീജിയൻ. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? അറിയണമെങ്കിൽ സംഖ്യാപുസ്തകം 19 അതിൻ്റെ 11 വാക്യം. Whoever touches the dead body of any person, എന്തോ സംഭവിക്കും അവിടെ?
അശുദ്ധനാകും. എത്ര ദിവസത്തേക്ക്? 7 ദിവസം. അത് അവരുടെ ന്യായപ്രമാണമാണ്. അപ്പോൾ അവരുടെ ഈ മൃതശരീരം, യേശുവിൻ്റെ മൃതശരീരം അവിടെ തൊട്ട് കഴിയുമ്പോൾ അവിടെ ആരശുദ്ധനാകും? ആരശുദ്ധനാകും? ജോസഫിന് ഇതറിയാം. ഹീസ് ദ പാർട്ട് ഓഫ് ദി സെൻഹെദ്രിൻ കൗൺസിൽ. ഈ ന്യായപ്രമാണത്തിന്റെ ഭാഗം കൃത്യമായിട്ട് ആർക്കറിയാം? യോസഫിന് അറിയാം. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഒരു സുപ്രധാനമായ മാറ്റം. ദ റിലേഷൻ വിത്ത് ജീസസ് ബ്രോട്ട് ആൻ എൻഡ് ടു റിലീജിയൻ. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ കാൽവറി ക്രൂശിൽ എന്താ സംഭവിച്ചത്? ആൻ എൻഡ് ടു റിലീജിയൻ, ബിഗിനിങ് ഓഫ് എ റിലേഷൻ. അതാണ് ഇവിടെ യോസഫിന്റെ ആ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ റിലീജിയന്റെ പ്രശ്നമെന്ന് എന്താ അറിയാമോ? എന്താ ഇവിടെ ഉദ്ദേശിക്കുന്ന റിലീജിയന്റെ പ്രശ്നം? അതായത് റിലീജിയനെ സംബന്ധിച്ച് ദേ ഹാവ് എ ലിസ്റ്റ് ഓഫ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അത് ചെയ്യുന്നത് കൊണ്ട് യു ക്യാൻ പ്ലീസ് ഗോഡ്. മനസ്സിലായോ? അതാണ് റിലീജിയൻ പ്രൊമോട്ട് ചെയ്യുന്ന സന്ദേശം. ഇവിടെ റിലീജിയൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മളെ റിലീജിയൻ, പല റിലീജിയൻ ഉണ്ട്. അപ്പോൾ ദേ ഹാവ് എ ലിസ്റ്റ്, അവർക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ചില കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പെർഫെക്റ്റാ. അപ്പം ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തുവായി? അശുദ്ധൻ. അപ്പോൾ ഐ ആം ട്രൈങ് ടു പ്ലീസ്, അതായത് എൻ്റെ ബാഹ്യമായ പ്രവർത്തികൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകും? ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ റൈറ്റ് ആകാൻ ശ്രമിക്കുക. പക്ഷെ യേശുവിൻ്റെ പരമയാഗത്തിലൂടെ യേശു അവിടെ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. എന്തറിയാമോ? ഹൃദയത്തിൻ്റെ അകത്ത് ശുദ്ധീകരണം വേണം. അതാണ് യേശു പറഞ്ഞത്. യേശു പറയാൻ ശ്രമിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് ചെയ്യുന്നു ചെയ്യാൻ അതല്ല കാര്യം. ദ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ റിലീജിയൻ്റെ അകത്താണോ യേശുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അകത്താണോ? യോസഫ് അവിടെ റിലീജിയൻ പറയുന്നത് എന്താ? തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല, തൊട്ടാൽ നീ അശുദ്ധനാ. പക്ഷെ യേശുവിന് വേണ്ടി അവനത് മാറ്റിവെച്ചു. നമ്മൾ ഇന്നും ഇതിൻ്റെ അകത്താണ്? റിലീജിയൻ ആണോ അതോ റിലേഷനിലാണോ വിത്ത് ജീസസ്? സെർമൺ ഓൺ മൗണ്ടിൽ യേശു പറഞ്ഞൊരു സുപ്രധാനമായ കാര്യമുണ്ട്. അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാം, 5:20. അവിടെ യേശു റിലീജിയനെ പറ്റി പറയുന്നൊരു സുപ്രധാനമായ കാര്യമുണ്ട്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, നമ്മുടെ നീതി എന്തോ ചെയ്യണം? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതി എന്തോ ചെയ്യണം? കവിയണം. അപ്പോൾ ആ സമയത്ത് യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ റിലീജിയന് മുമ്പിൽ നിൽക്കുന്ന 2 ഗ്രൂപ്പാണ്, ശാസ്ത്രിമാരും പരീശന്മാരും. ഇത് കേട്ട ഓഡിയൻസ് ഇങ്ങനെ ആയിപ്പോയി. ഇതെന്തോ യേശു പറയുന്നേ? ഇവരാണ് സൂപ്പർ ആൾക്കാര്. അപ്പൊ നമ്മുടെ നീതി എങ്ങനെ ഇവരെ ക്രോസ് ചെയ്യും? എങ്ങനെ ക്രോസ് ചെയ്യും? നമ്മളുടെ നീതി എങ്ങനെ ഇവരെ ക്രോസ് ചെയ്യും? അതായത് ഹൗ ക്യാൻ യു കൺവേർട്ട് റിലീജിയൻ ടു റിലേഷൻ വിത്ത് ഗോഡ്? നിങ്ങൾക്ക് ഉത്തരം അറിയാം. പക്ഷെ ഞാൻ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒറ്റ ലിങ്കേ ഉള്ളൂ നമ്മളെ റിലീജിയനിൽ നിന്ന് റിലേഷനിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കറിയാം ഉത്തരം, ഞാൻ പറയാം. ഇറ്റ് ഈസ് ദ ഗോസ്പൽ. ഞാനൊരു ആമേൻ പ്രതീക്ഷിച്ചു. പോട്ടെ, സാരമില്ല. എന്താണ് റിലീജിയനിൽ നിന്ന് റിലേഷനിലേക്ക് കൊണ്ടുവരുന്ന, കണക്ട് ചെയ്യുന്ന ലിങ്ക് എന്തു അറിയാമോ? ഇറ്റ് ഈസ് ദ ഗോസ്പൽ. റോമാലേഖനം 1:16-17 കാണാതറിയാമെങ്കിൽ കാണാതെ പറയാം, അല്ലെങ്കിൽ വായിക്കാം. 1:16-17 വായിക്കാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. മതി. അപ്പോൾ നമ്മുടെ നീതി എങ്ങനെ ഇവരെ ക്രോസ് ചെയ്യാൻ പോകുന്നത് അറിയാമോ? ഈ പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ നീതി എങ്ങനെ ക്രോസ് ചെയ്യാൻ പോകുന്നത്? ബൈ ബിലീവിംഗ് ആൻഡ് ട്രസ്റ്റിംഗ് ഇൻ ലോർഡ് ജീസസ്. ദാറ്റ് ഈസ് ദ മെസ്സേജ് ഓഫ് ഗോസ്പൽ. അതാണ് സുവിശേഷം പറയുന്നത്. അതായത് നമ്മൾ റിലീജിയനിൽ നിന്ന് നമ്മുടെ അകത്ത് രൂപാന്തരം വരണമെങ്കിൽ നാം സുവിശേഷത്തിൽ വിശ്വസിക്കണം. നമ്മളുടെ വിശ്വാസം യേശുവിൽ അർപ്പിക്കണം. അതിൽ ലഭിക്കുന്ന ഒരു നീതിയുണ്ട്. അതാണ് യഥാർത്ഥ നീതി.
അല്ലാതെ പുറമേയുള്ള ബാഹ്യമായ പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല യേശു കർത്താവ് കൊണ്ടുവന്നത്. യോസഫ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ വരവോടുകൂടി ഹി ബ്രോട്ട് ആൻ എൻഡ് ടു റിലീജിയൻ ആൻഡ് ബിഗിനിങ് ഓഫ് എ റിലേഷൻ. അടുത്ത ഭാഗം, മൂന്നാമത്തെ കാര്യം, 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഹി സാക്രിഫൈസ്ഡ് ഹിസ് റെപ്യൂട്ടേഷൻ, ഹി സാക്രിഫൈസ്ഡ് ഹിസ് റിലീജിയൻ. നൗ നെക്സ്റ്റ് വൺ ഈസ് ഹി സാക്രിഫൈസ്ഡ് ഹിസ് റിച്ചസ്. മാത്യു 27 എടുക്കാമോ? അതിൻ്റെ 59. യോസേഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. ശ്രദ്ധിക്കണം, അടുത്തതായി യോസഫ് ചെയ്ത വലിയ ത്യാഗം എന്ന് പറയുന്നത് ഹി സാക്രിഫൈസ്ഡ് ഹിസ് റിച്ചസ്. അതായത് സമ്പന്നനായതുകൊണ്ട് തന്നെ അവന് വേണ്ടി നല്ല മനോഹരമായ ഒരു ശവക്കല്ലറ പാറയിൽ വെട്ടി ഒരുക്കിയിരുന്നു. യോസെഫ് വിചാരിച്ചാൽ ഒരു പക്ഷേ യേശുവിന് വേറെ കല്ലറകൾ കൊടുക്കാം, ഇല്ലേ? കൊടുക്കാൻ പറ്റുമോ? നമ്മൾ പലതും അങ്ങനല്ലേ ചെയ്യുന്നേ. ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. നമുക്ക് ഏറ്റവും നല്ലത് എടുത്തിട്ട് നമ്മൾ ഒരാൾക്ക് സാധനം കൊടുക്കുന്നതന്നെ എങ്ങനെയാ? ഏറ്റവും നമുക്ക് വേണ്ടി മേടിച്ചൊരു സാധനം നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ? ഞാൻ കൊടുക്കാറില്ല, ഞാൻ ഒരിക്കലും കൊടുക്കാറില്ല. പിന്നെ നമുക്കത് സൂട്ട് ആയില്ലെങ്കിൽ ബ്രദറെ ഇന്ന് ഇരിക്കട്ടെ, ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഇരിക്കട്ടെ. പക്ഷെ യോസഫ് അങ്ങനല്ല. ക്വാളിറ്റി ഓഫ് എ ട്രൂ ഡിസൈപ്പിൾ, ഹിസ് ഗിവിങ് ഹിസ് ന്യൂ ബ്യൂട്ടിഫുൾ ടോം. പാറയിൽ വെട്ടിയിരുന്ന ആ കല്ലറ യേശുവിന് കൊടുക്കുക. അപ്പോൾ വീണ്ടും ചുറ്റുമുള്ളവർ ചോദിക്കുക, എടാ യോസഫേ, നിനക്ക് എന്തോ പറ്റി? കാണിക്കുന്ന എല്ലാ അബദ്ധമാണല്ലോ. ആദ്യം പീലാത്തോസിനോട് പോയി, അപ്പൊ പീലാത്തോസ് തൊട്ട് വിചാരിക്കും ഇവൻ ഇത് എന്തു പറ്റി? ഇവൻ ഈ യോസഫ് ചെയ്യുന്നത് മൊത്തം അബദ്ധങ്ങള്. ആദ്യം അവൻ പീലാത്തോസിനടുത്ത് ശരീരം ചോദിച്ചു, പിന്നെ എന്തോ ചെയ്തു? ആ തൊട്ടു, അപ്പൊ അത് അശുദ്ധനായി. പിന്നെ കല്ലറോടെ കൊടുക്കുക. ഈ കേൾക്കുന്നവർ ഇവൻ ഇത് ഇത്രയും നാളും നമ്മുടെ യോസഫ് ബ്രദറിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പക്ഷെ അകത്ത് സുവിശേഷം വീണ് കഴിയുമ്പോൾ ഒരു മാറ്റം വരും. ഇത്രയും നാളും യോസഫ് ബ്രദറിന് ഒരു കുഴപ്പമില്ലായിരുന്നു. കാശിന് കാശ്, സ്റ്റാറ്റസിന് സ്റ്റാറ്റസ്, ഫ്ലാറ്റിന് ഫ്ലാറ്റ്. പക്ഷെ സുവിശേഷം പൊട്ടിക്കഴിഞ്ഞപ്പോൾ 2-3 ഫ്ലാറ്റ് ഒക്കെ എഴുതി കൊടുക്കുക. നമ്മളങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഈ സഭകൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ അതിനൊന്നും എതിരല്ല, തെറ്റിദ്ധരിക്കരുത്. ദശാംശവും ഓഫറിങ്ങും അതാണ് നമ്മുടെ പെന്തക്കോസ്റ്റൽ ട്രഡീഷണൽ ചർച്ച് പഠിപ്പിക്കുന്നത്. പക്ഷെ വചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ശമ്പളം കിട്ടുന്നതൊക്കെ, സാലറി കിട്ടുന്നേ, സത്യം പറഞ്ഞ ഈ 100% ആരുടേതാ അല്ലേ? ഇപ്പം ഞാനിപ്പോൾ ജോലി ചെയ്യുക, എനിക്ക് അടുത്ത മാസം ഒരു ഐ എം സിക്ക്, ഒരു 2 ആഴ്ച വീട്ടിൽ പോകാൻ പറ്റിയില്ല. എൻ്റെ ശമ്പളം എന്തി? എൻ്റെ കാര്യം ഞാൻ 1 മാസം പോകണമെങ്കിൽ ഇത് ആര് കൃപ തരണം? ആര് ആരോഗ്യം തരണം? അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് കിട്ടുന്ന ഈ പൈസ ഇതെല്ലാം ആരുടേതാ? നമ്മൾ ഭയങ്കര സ്മാർട്ടാണ്. നമ്മളങ്ങോട്ട് 10% അങ്ങോട്ട് വരയ്ക്കും. ചിലവരുടെ കണക്കൊക്കെ കാണണം, ഞാൻ ദശാംശം പാസ്റ്ററെ കൃത്യവാ. പക്ഷെ അതല്ല വിഷയം. അവിടെ അതല്ല വിഷയം. ദശാംശം അല്ലല്ലോ. ഇവിടെ യോസഫ് ഇവിടെ നിൽക്കുവാന്നേ. പുതിയ കല്ലറ കൊടുത്ത് യോസഫ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു 10 പേർ, പിന്നെ അത് കീറിയ നോട്ടും അതെല്ലാം ഇട്ടോണ്ട് നമ്മളിവിടെ നിൽക്കുക. വാസ്തവത്തിൽ എന്നോട് തന്നെ ലജ്ജ തോന്നി. ഇവിടെ യോസഫ് ഇരിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുക. അപ്പൊ യോസഫ് പറയും, ഭയങ്കര പ്രസംഗമാ. എന്താ കാര്യം? എന്താ യോസഫ് നമ്മൾ ചോദിക്കുക, ഞാനിവിടെ എൻ്റെ പൈസ കളഞ്ഞു, എൻ്റെ റിലീജിയന്റെ പരിപാടി നിർത്തി, നിങ്ങളിവിടെ എന്ത് സംഭവിക്കുന്നത്? നമുക്കൊരു ലജ്ജ തോന്നണം ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. എന്തിന് ലജ്ജ തോന്നുന്നത് അറിയാമോ? ഒന്നുകൂടെ പുതുവർഷത്തിൽ ദൈവത്തിന് വേണ്ടി ഇമ്പാക്റ്റ് കൊടുക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അതായത് തൻ്റെ സമ്പത്ത്, അത് മാത്രമല്ല, താൻ കല്ലറ കൊടുത്തു. ഇനി അവിടെ അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലയിൽ, അതായത് ലിനൻ ക്ലോത്ത്, പഴന്തുണിയല്ല അവിടെ കിടത്താൻ, വേസ്റ്റ് പഴന്തുണിയല്ല, ലിനൻ ക്ലോത്ത്. ഒരു ഭാഗത്ത് അത് വാങ്ങിച്ചു എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇതെല്ലാം എക്സ്പെൻസീവ് ആണ്. ഇതെല്ലാം ദൈവവേലയ്ക്കകത്തെല്ലാം നമ്മൾ പൈസ ഇറക്കണം. പൈസ ഇല്ലാത്ത കൂട്ട് സഹോദരന്മാരെ നമ്മൾ സഹായിക്കണം. അതാണ് യഥാർത്ഥ സഭ. അവിടെയാണ് ശിഷ്യത്വം വെളിപ്പെടുന്നത്. കടം കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത്. വി ഹാവ് ടു ഹെൽപ്പ് അവർ കോ ബിലീവേഴ്സ്. നമ്മൾ വിചാരിക്കും ദശാംശം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വി ആർ പെർഫെക്റ്റ്. അത് റിലീജനാണ്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് പെന്റക്കോസ്റ്റൽ റിലീജിയൻ. ബട്ട് ജോസഫ്, ദ ലൈഫ് ഓഫ് ജോസഫ് ഈസ് ചലഞ്ചിങ് ദ ചർച്ച്. ദ ലൈഫ് ഓഫ് ജോസഫ് ഈസ് ചലഞ്ചിങ് us tonight. നമ്മൾ എന്താ കൊടുക്കുന്നത് യേശുവിന് വേണ്ടി? നമ്മൾ എന്ത് കൊടുക്കും? 3 കാര്യങ്ങൾ: റെപ്യൂട്ടേഷൻ, പിന്നെ റിലീജിയൻ, ഹിസ് റിച്ചസ്. ദീസ് 3 തിങ്സ് കാൽവറി ക്രൂശിന്റെ ചുവട്ടിലേക്ക് അടിയറോ പറഞ്ഞു. മെസ്സേജിന്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ്. ഇനി അടുത്ത സമയം പോകുന്നെങ്കിലും 2-3 പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൃതശരീരം ക്രൂശിൽ നിന്ന് ഇറക്കണ്ടേ? ഈ മൃതശരീരം ക്രൂശിൽ നിന്ന് ഇറക്കണം. ആരിറക്കും? യഹൂദന്മാർ തൊടത്തില്ല. കാരണം ഞാൻ പറഞ്ഞു, തൊട്ടാൽ എന്താണ്? കൂലിക്ക് ആളെ കിട്ടത്തില്ല. കൂടെ ഒരു വ്യക്തി സഹായിച്ചു. പക്ഷെ ഞാൻ യോസഫിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ക്രൂശിൽ കിടക്കുന്ന ഈ യേശുവിന്റെ ശരീരം ഇറക്കിയും തന്നെ വചനം പഠിപ്പിക്കുന്നു. യോസഫും കൂടെ നിക്കോദിമോസും കൂടെ ചേർന്ന് ഈ യേശുവിന്റെ ശരീരം അവർ ഇറക്കുക. നമുക്ക് ഊഹിക്കാം, ഒരു ആവറേജ് വെയിറ്റ് കൂട്ടിക്കോ. ആ ആണിയിൽ കിടക്കുന്ന ഈ യേശുവിന്റെ ശരീരം അവർ എടുക്കുന്നു. വസ്ത്രങ്ങളൊക്കെ വളരെ മിനിമൽ വസ്ത്രങ്ങൾ മാത്രമേ ശരീരത്തുള്ളൂ. മൊത്തം തലയിൽ മൊത്തം എന്താണ്? മുൾക്കിരീടത്തിന്റെ ഇത് മൊത്തം ബ്ലഡ് സ്റ്റെയിൻ. ഈ യേശുവിനെ ആർക്കെടുക്കാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? കണ്ടാൽ, യെശയ്യാ പറയുന്നുണ്ട്, എന്ത്? കണ്ടാൽ ആളെല്ലാം തോന്നുമാറ് ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഹി ഹാഡ് നോ ഫോം ഓർ മെജസ്റ്റി. എല്ലാം നഷ്ടപ്പെട്ട് ഈ ക്രൂശിൽ കിടക്കുന്ന ഈ ശരീരം യോസഫ് ഇതെങ്ങനെ എടുത്തു? ദാറ്റ് ഈസ് റിയലി ചലഞ്ചിങ്. അതായത് മൊത്തം ബ്ലഡിന്റെ സ്റ്റെയിനും മുറിവിന്റെ ഇതും എങ്ങനെ, ഹൗ കുഡ് ഹി ഡു ദിസ്? ദ ലൈഫ് ഓഫ് ജോസഫ് നമുക്കൊരു ചലഞ്ചായിട്ട് തോന്നുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിനെ നമ്മൾ പൊക്കി നടക്കും. നമുക്ക് വേണ്ടി വഴി തുറന്നാൽ നമ്മൾ യേശുവിന് അടുത്ത 2 മീറ്റിംഗ് നമ്മൾ യേശുവിന് കൊടുക്കും. പക്ഷെ ക്രൂശിൽ ജീവൻ വിട്ട് കിടക്കുന്ന ഈ യേശുവിന് വേണ്ടി ഹു വിൽ കം അപ്പ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അവിടെയാണ് യോസഫിന്റെ ലൈഫ് നമുക്കൊരു പാഠമായിട്ട് നിൽക്കുന്നത്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ എത്രയോ ജനത്തെ ഇമ്പാക്ട് ചെയ്തു. പക്ഷേ ക്രൂശിൽ കിടക്കുന്ന യേശുവിന് വലിയൊരു ക്രൗഡിൽ കിട്ടുന്നില്ല അവിടെ. ബിക്കോസ് യെശയ്യാ പറയുന്നുണ്ട്, എന്താണ്? സൗന്ദര്യം എല്ലാം പോയി, മുൾക്കിരീടം അടിച്ച് തലയിലെ ഷേപ്പും പോയി, വസ്ത്രം മിനിമൽ, ബോഡി തൊട്ടാൽ തന്നെ നമ്മുടെ ശരീരം എന്താവും? ബ്ലഡ് ആവും. മൊത്തം അടിച്ചതിന്റെ പാടുകളും മുറിവുകളും. ഈ യേശുവിനെ എടുക്കാൻ ആർക്കാ താല്പര്യം? ബട്ട് ജോസഫ് കെയിം ഫ്രണ്ട്. ഈ യേശുവിന് വേണ്ടിയാണ് താൻ നിലപാടെടുത്തത്. ഈ സന്ദേശം എത്ര പേരെ ഈ വൈകിയ സമയത്ത് ചലഞ്ച് ചെയ്യുന്നുണ്ട്? അരുമനാഥന്റെ ശരീരം, താൻ ഇത്രയും നാളും അനുഗമിച്ചുകൊണ്ടിരുന്ന ഈ ഗുരുവിന് വേണ്ടി തൻ്റെ ശരീരം അവസാനമായിട്ട് സംസ്കരിക്കുവാൻ, ക്രൂശിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ സഹായിക്കുവാൻ ആരുമില്ല, കൂടെ നിക്കോദിമോസ് മാത്രമേ ഉള്ളൂ. ആ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി. അതെല്ലാം യഹൂദ പ്രമാണം അനുസരിച്ച് അവർ ബോഡി എംബാം ചെയ്യും. അപ്പോൾ ഈ ഫോറിൻ പാർട്ടിക്കിൾസ്, അതായത് മുൾക്കിരീടത്തിന്റെ പാടുകളും അത് പിന്നെ അടിച്ചതിന്റെ മുള്ളൊക്കെ ഉണ്ട്. ചില കമന്ററീസ് പറയുന്നത് ലിറ്ററലി ആ ബോഡി യോസഫ് ക്ലീൻ ചെയ്തു എന്നാണ് വായിക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് റിയലി ചലഞ്ച്ഡ് മീ. ലിറ്ററലി ആ മുൾക്കിരീടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ആ ശരീരത്തിൽ നിന്ന് മാറ്റുക. ഒരു പരാതിയില്ല. എന്താ ഇതിന് പ്രതിഫലം എന്താണെന്ന് അറിയത്തില്ല. യോസഫ് ഇതെല്ലാം ചെയ്യുവാന്നേ. തൻ്റെ ശരീരം മൊത്തം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ബ്ലഡിൽ കുളിച്ച് നിൽക്കുവോ യോസഫ്? ഒന്ന് നോക്കിക്കുക. അത് ചെയ്യുമ്പോൾ യോസഫിന്റെ ശരീരം, നിക്കോദിമോസിന്റെ ശരീരം മൊത്തം ബ്ലഡ്. ആർക്കു വേണ്ടിയായെന്നറിയാമോ? യേശുവിന്റെ ശരീരത്തിന് വേണ്ടി അവസാനമായി
നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ഈ യേശുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മളെയൊക്കെ വിശ്വാസത്താൽ ദൈവം നീതീകരിച്ചു. നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല ദൈവം വിടുവിച്ചത്. പക്ഷേ ദിസ് മെസ്സേജ് ഈസ് ആസ്കിങ്, ആർ യു റെഡി ടു പേ ദ പ്രൈസ്? സാൽവേഷൻ ഈസ് ഫ്രീ. ഒന്നുകൂടി ഞാൻ പറയാം, സാൽവേഷൻ ഈസ് ഫ്രീ, ബട്ട് ഫോളോയിങ് ജീസസ് വിൽ കോസ്റ്റ് യു സംതിങ്. ഒരാൾ പറയുന്നത് ഇറ്റ് വിൽ കോസ്റ്റ് യു എവറിത്തിങ്. അങ്ങനെ ഞാൻ വായിച്ചു. ഈ യോസഫിന്റെ ലൈഫ് നമ്മളെ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? അവസാനമായി തൻ്റെ ഗുരുവിൻ്റെ ശരീരത്തിന് വേണ്ടി താൻ അത് ചെയ്ത് കഴിയുമ്പോൾ കൈയും യോസഫിന്റെ ഡ്രസ്സ് മൊത്തം ജസ്റ്റ് ഒന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾ അച്ഛാ എന്തു മൊത്തം ബ്ലഡ് ആണല്ലോ, ഞാൻ യേശുവിൻ്റെ ശരീരം അടക്കാൻ പോയതാ. ഒറ്റപ്പെട്ട് കാണും, വീട്ടിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു. ആർക്ക് വേണ്ടിയെന്നറിയാമോ? യേശുവിന് വേണ്ടി, തൻ്റെ അരുമനാഥന് വേണ്ടി ശവം അടക്കാൻ പോയതാ. തൻ്റെ ഗുരുവിൻ്റെ ശവം അടക്കുവാൻ പോയിട്ട് യോസഫിന് മാന്യതയൊന്നും കിട്ടിയില്ല. ഈ യേശുവിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ മാന്യത കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം, നിത്യതയിൽ നമുക്കൊരു മാന്യതയുണ്ട്. അതെനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഈ ലോകത്തിൽ എനിക്കറിയത്തില്ല, കിട്ടും കിട്ടത്തില്ലായിരിക്കാം. പക്ഷേ യോസഫിന്റെ ജീവിതത്തിൽ യേശുവിനെ ശവസംസ്കാരത്തിലൂടെ ഉള്ള മാന്യത പോയി. ഉള്ള സമ്പത്ത്, താൻ മാറ്റിവെച്ച, തനിക്കായി മാറ്റിവെച്ച ശവക്കല്ലറ എല്ലാം കൊടുത്തു യേശുവിന് വേണ്ടി. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഹൗ ക്യാൻ വി ലിവ് ഫോർ ക്രൈസ്റ്റ്? ദൈവത്തിന് വേണ്ടി എങ്ങനെ നമുക്ക് നിൽക്കാം ഈ കാലഘട്ടത്തിൽ? നമുക്ക് യോസഫിനോട് ചോദിക്കാം, ഹൗ കുഡ് യു ടേക്ക് ദിസ് ഡിസിഷൻ? ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ ബോഡി മൊത്തം തകർക്കപ്പെട്ട് കിടക്കുന്ന ഈ യേശുവിൻ്റെ തകർക്കപ്പെട്ട് കിടക്കുന്ന ശരീരം, അവിടെ എന്താണ് അവിടെ എക്സൈറ്റിങ്? എനിക്കത് മനസ്സിലാകുന്നില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി അവിടെ കുറെ സംഭവങ്ങൾ നടന്നിട്ടും പുരുഷാരം മൊത്തം മാറിപ്പോയല്ലോ. പുരുഷാരം മൊത്തം മാറിപ്പോയി. അവര് മാറത്തടിച്ചുകൊണ്ട് അവര് പോയി. ഒരുപറ്റം സ്ത്രീകൾ, പക്ഷെ അവർക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ട്, അവര് മാറി നിന്നു. എല്ലാവരും മാറിപ്പോയപ്പോൾ കൂടെ നടന്ന ശിഷ്യന്മാർ മാറിപ്പോയി. രഹസ്യത്തിലായിരുന്ന ഈ യോസഫ്, ക്രൂശിൽ കിടക്കുന്ന, രൂപഗുണമില്ലാത്ത, അട്രാക്റ്റീവായിട്ട് അവിടെ ഒന്നുമില്ല, ബട്ട് ഹീ കെയിം ഫോർവേഡ്. യൗവനക്കാരൻ്റെ സന്ദേശം കേൾക്കുന്നവരെ ഞാൻ പറയാം, ഈ ക്രിസ്ത്യാനിറ്റിയുടെ സന്ദേശം ഒരുപക്ഷെ അത് അട്രാക്റ്റീവ് ആകണമെന്നില്ല. ഈ ലോകത്തിന് മുമ്പിൽ ഒരുപക്ഷെ ക്രൂശിന്റെ സന്ദേശം അട്രാക്റ്റീവ് ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഉള്ള ഫ്രണ്ട്സിന് കൂടെ നഷ്ടപ്പെട്ടെന്നിരിക്കാം. ബട്ട് ആർ യു റെഡി ടു ടേക്ക് ദ ക്രോസ്? നമുക്കെല്ലാം ദിവസം എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു റെഡി ടു ടേക്ക് ദ ക്രോസ്? ദർ ഇസ് നത്തിങ് അട്രാക്റ്റീവ് അബൌട്ട് ദ മെസ്സേജ് ഓഫ് ക്രോസ്. യോസഫിനോട് ചോദിക്കാം, എന്താണ് അവിടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത്? തകർക്കപ്പെട്ട് കിടക്കുന്ന ഈ യേശുവിന്റെ ശരീരമാണല്ലോ, മൊത്തം ബ്ലഡ് സ്റ്റെയിനുകളും രക്തക്കറകളുമാണല്ലോ കിടക്കുന്നത്. എന്താണ് യോസഫ്? പക്ഷെ യോസഫ് പറയുന്ന ഒറ്റ കാര്യം, ദ വിഷൻ ഓഫ് ക്രോസ് ഈസ് കമ്പല്ലിങ് മീ. ഇത്രയും നാളും ഞാൻ ഹൈഡിങ് പ്ലേസിലായിരുന്നു, ബട്ട് ദ വിഷൻ ഓഫ് ക്രോസ്, എൻ്റെ ഗുരു ഈ ക്രൂശിൽ കിടക്കുമ്പോൾ ഇനി എനിക്ക് രഹസ്യത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല. ഈ 2023 ഇതുവരെ നിങ്ങൾക്ക് യേശുവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ദിസ് മെസ്സേജ് ഇസ് ഫോർ യു ടുനൈറ്റ്. യോസഫിന്റെ കൂട്ട്, ഇത്രയും നാൾ നമ്മൾ രഹസ്യത്തിലായിരുന്നു, ബട്ട് ആർ യു റെഡി ടു കം ടു ദ പബ്ലിക് ടു ടെസ്റ്റിഫൈ ജീസസ്? നമ്മുടെ റെപ്യൂട്ടേഷൻ പോയേക്കാം, നമ്മുടെ റിലീജിയസ് പ്രാക്ടീസസ് അവസാനിപ്പിച്ചേക്കാം, നമ്മുടെ സമ്പത്തുകൾ നഷ്ടമായേക്കാം, ബട്ട് വി ആർ റെഡി ടു ടേക്ക് ദ ക്രോസ്.